ഈ ഈമാനിനെ നശിപ്പിക്കാൻ ശൈത്താൻ പല കുതന്ത്രങ്ങളും കൊണ്ടുവരും. ആ കുതന്ത്രങ്ങൾ കൊണ്ടുവരുന്ന ശൈത്താൻ പല സംശയങ്ങളും ഉണ്ടാക്കാൻ ശ്രമിക്കും. അങ്ങനെ അതാ ഒരു മനുഷ്യൻ മുസ്ലിമാകണം എന്നില്ല, മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയുന്ന ചില തത്വങ്ങൾ ശൈത്താൻ ലോകത്ത് കൊണ്ടുവരും. മതമേതായാലും കുഴപ്പമില്ല, മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയുന്ന തത്വം. ഞാൻ പറയട്ടെ, അങ്ങനെയല്ലല്ലോ ചിന്തിക്കേണ്ടത്. പിന്നെങ്ങനെയാ ചിന്തിക്കേണ്ടത്? മനുഷ്യൻ ആരായാലും ശരി, മതം നന്നായാൽ മതി. മനുഷ്യൻ കറുത്തവനോ വെളുത്തവനോ, അറബിയോ അനറബിയോ, കന്നഡക്കാരനോ തമിഴ്നാട്ടുകാരനോ കേരളക്കാരനോ ഇന്ത്യക്കാരനോ റഷ്യക്കാരനോ ചൈനക്കാരനോ, മനുഷ്യനാരായാലും തരക്കേടില്ല. പിന്നെയോ മനുഷ്യന്റെ ജീവിത വ്യവസ്ഥിതി നന്നായാൽ മതി. ആ ജീവിത വ്യവസ്ഥിതിയാണല്ലോ അല്ലാഹു സ്ഥാപിച്ചു കൊടുത്ത ഇസ്ലാം. ഇസ്ലാം അനുസരിച്ച് ജീവിക്കുമ്പോൾ അവനൊരിക്കലും വർഗീയവാദിയാകൂല, അവൻ അക്രമാരിയാകൂല, അവൻ കള്ളം പറയൂല, അവൻ ചീത്ത വിളിക്കൂല, വാക്ക് ലംഘിക്കൂല, അവൻ തെറി പറയൂല, അവൻ ആരെയും ദ്രോഹിക്കൂല. അതല്ലേ ഇസ്ലാം. അൽ മുസ്ലിമു മൻ സലിമൻ നാസു മിൻ ലിസാനിഹി വയദിഹി. നബിതങ്ങൾ അതാ പരിചയപ്പെടുന്ന ആരാണ് മുസ്ലിം? നാവ് കൊണ്ടൊരാളെയും ശല്യം ചെയ്യാത്തവൻ, കൈ കൊണ്ടൊരാളെയും ശല്യം ചെയ്യാത്തവൻ, അവനാണ് മുസ്ലിം. അഹിബ്ബ ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക തകുൻ മുസ്ലിമാ. നിനക്ക് ശരിയായ മുസ്ലിമാകണോ? നിനക്ക് നീ എന്താണോ ഇഷ്ടപ്പെടുന്നത് അത് മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടണം. അപ്പോഴാണ് ശരിയായ മുസ്ലിമാകുന്നത്. ആകയാൽ ഒരു മുസ്ലിമിനെ കൊണ്ട് ഒരു ഹിന്ദുവിന് ശല്യമുണ്ടാകൂല, ഒരു ക്രിസ്ത്യാനിക്ക് ശല്യമുണ്ടാകൂല, ഒരു അയൽവാസിക്ക് ശല്യമുണ്ടാകൂല. കുടുംബക്കാരനോ അന്യനോ ആരായാലും ഒരു മുസ്ലിമിനെ കൊണ്ടൊരാൾക്കും ശല്യമുണ്ടാകൂല. ആ യഥാർത്ഥ മുസ്ലിമിന് അഹങ്കാരം ഉണ്ടാവില്ല, വിദ്വേഷം ഉണ്ടാവില്ല, വൈരാഗ്യം ഉണ്ടാവില്ല, അസൂയ ഉണ്ടാവില്ല. അവരെപ്പോഴും മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നവരായിരിക്കും. യുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. സ്വന്തം കാര്യം മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി അവര് സേവന രംഗത്തിറങ്ങും, അവര് പ്രവർത്തിക്കും. അങ്ങനെയാണല്ലോ ഒരു പരിപൂർണ മുസ്ലിമിന്റെ ജീവിതം. എപ്പോഴും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവനായിരിക്കും. ദുസ്വഭാവം അവനിൽ കാണൂല. കാരണം സൽസ്വഭാവമാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ വിജയം. ഒരിക്കലും പൊറുതികേട് കാണില്ല. മകൻ മരിച്ചു, ഭർത്താവ് മരിച്ചു, ഭാര്യ മരിച്ചു, കുടുംബം മരിച്ചു, അവനതാ അന്ന് നിലത്ത് വീണുരുളില്ല, അവൻ നെഞ്ഞത്തടിക്കൂല, അവള് തലമുടി പറിച്ചു കീറൂല. പിന്നെയോ വല്ലദീന സബറു ഇബ്തിഗാഅ വജ്ഹി റബ്ബിഹിം, റബ്ബിന്റെ പൊരുത്തം കരുതി അതെല്ലാം ക്ഷമിക്കും. എന്റെ റബ്ബല്ലേ തന്നത്, അവനല്ലേ തിരിച്ചെടുത്തത്, എനിക്ക് കംപ്ലൈന്റ് ഇല്ല. അല്ലാഹുവിന്റെ മുഴുവൻ പ്രവൃത്തിയിലും അവൻ സംതൃപ്തിയില്ല.